അരുൺകുമാർ, കേരളത്തെ സംബന്ധിച്ച് എന്തായാലും ബി ജെ പിക്ക് വലിയൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇല്ലെങ്കിൽ നരേന്ദ്രമോദി കൂടി കേരളത്തിൽ വരില്ല. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു. ഈ ആൾക്കൂട്ടമൊക്കെ വോട്ടായി മാറുമോ? ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് പ്ലാൻ എ, ബി, സി, ഡി അങ്ങനെ നിരവധി പ്ലാനുകളുമായിട്ട് കുറെ വർഷങ്ങളായി ഇറങ്ങി തിരിച്ചതാ. അപ്പൊ യുവജനങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും അവർക്ക് വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അപ്പൊ ഉത്തരം പറയുമെന്ന് പറഞ്ഞ് കൊച്ചിയിൽ വന്നു പ്രധാനമന്ത്രി. അതിനുശേഷം വനിതകളെ നേരിട്ട് കാണാനും അവരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യാനും തൃശ്ശൂരെത്തി. ഇപ്പൊ വീണ്ടും തിരുവനന്തപുരത്ത് കൊച്ചിയിലെത്തിയിരിക്കുന്നു. ഒരു വിവാഹ ആവശ്യത്തിനാണ് വന്നിരിക്കുന്നത്. ഒക്കെ നമുക്കറിയാം സാഹചര്യങ്ങൾ. പക്ഷെ അതുകൊണ്ട് കേരളത്തിന് എന്താണ് ഗുണം എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. ഇപ്പൊ കേരളത്തിന് ഒരു ഫെഡറൽ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നായി നിഷേധിക്കപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോ എത്ര നാളായി നമ്മൾ ഈ ആവശ്യങ്ങൾ ഓരോന്നായിട്ട് ഉന്നയിക്കുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതമായാലും കടമെടുക്കാനുള്ള തോതായാലും റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ടായാലും എല്ലാം വെട്ടി കുറയ്ക്കുകയാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് തൃശ്ശൂരിലേക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എത്തിയത്. തമിഴ്നാട്ടിൽ അന്ന് 3000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് കേരളത്തിലേക്ക് വന്നു. എന്നാൽ കേരളത്തിൽ വന്നിട്ട് ഒരു നയാ പൈസയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഏത് ഗ്യാരണ്ടിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പേരിൽ ഇവിടെ ചെയ്തത് എന്നത് ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കണം. 6 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. അപ്പോൾ 3.5 കോടി ജനങ്ങളിൽ 67 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ അതിൽ 7 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് 80 വയസ്സിന് മുകളിൽ വെറും 500 രൂപ, 60 വയസ്സിനും 80 വയസ്സിനും ഇടയിൽ 200 രൂപ, അതുപോലെ അംഗവൈകല്യമുള്ളവർക്കും വിധവകൾക്കും 300 രൂപ, അങ്ങനെ 7 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ഈ പെൻഷൻ പദ്ധതി മുഴുവൻ എന്റേതാണെന്ന് പ്രഖ്യാപിക്കുക. 4 ലക്ഷത്തിൽ അധികം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു ലൈഫ് പദ്ധതിയുടെ ഭാഗമായി. അതിൽ വെറും 37,000 പേർക്ക് വെറും 72,000 രൂപയാണ് കേന്ദ്ര ഫണ്ട് എന്ന രൂപത്തിൽ കൊടുത്തത്. എല്ലാ ലൈഫ് പദ്ധതി ഭവനത്തിന്റെ മുന്നിലും നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പേര് വയ്ക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയുള്ള വിഹിതം വരെ വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുന്നത് നാം കാണുകയാണ്. അതുപോലെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തവണ ഗ്യാസ് കുറ്റി കൊടുത്തു, ആ ഗ്യാസ് നിറച്ച് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞ വാക്കു പാലിക്കാതെ മുന്നോട്ട് പോവുകയാണ്. യുവജനങ്ങൾക്ക് 2 കോടി തൊഴിലവസരം ഓരോ വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. ഇപ്പൊ 9.25 വർഷമായി 19 കോടി തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കേണ്ട സമയം കഴിഞ്ഞു. 45 വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മയിലൂടെ കടന്നു പോകുന്നു. അപ്പൊ നിരവധി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്, ഗീർവാണം ഒരുപാട് വിടുന്നുണ്ട്. മോഡി ഗ്യാരണ്ടി എന്ന പേരിൽ ഞാൻ തന്നെ എന്റെ ഗ്യാരണ്ടി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനങ്ങൾ കിട്ടുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. ഇപ്പൊ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ. ഈ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു, കേന്ദ്ര തലത്തിൽ അത് നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന എന്ത് പദ്ധതിയാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്? അത് ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. ഇപ്പൊ 2019 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഏകദേശം 14 ലക്ഷം വോട്ട് കിട്ടി. എന്നാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് കുറഞ്ഞ് വീണ്ടും 11 ലക്ഷത്തിലേക്ക് വോട്ട് കുറയുകയാണ്. ശതമാനം നേരെ കുറയുകയാണ്. അപ്പൊ അത്തരത്തിൽ ഗൗരവത്തോടെയുള്ള പ്രശ്നം എന്താണ് സംഭവിച്ചത് എന്ന് ബി ജെ പി തന്നെ പരിശോധിക്കണ്ടേ? വലിയ തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വാഗ്ദാനങ്ങൾ നിരവധി നിരത്തിയിട്ട് കാര്യമില്ല. അതിന്റെ ഗുണം വിദ്യാർത്ഥികൾക്കുണ്ടോ, യുവജനങ്ങൾക്കുണ്ടോ, തൊഴിലാളികൾക്കുണ്ടോ, ജീവനക്കാർക്കുണ്ടോ, അതുപോലെ തന്നെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുണ്ടോ എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ അതിന്റെ ഗുണങ്ങൾ കിട്ടണമല്ലോ ജനങ്ങൾക്ക്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ചയിലേക്ക് പോയത് എന്താണ്? പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടുത്തി, അതുപോലെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റം വരുത്തി, അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഇവിടെ ഭരണ തുടർച്ച കിട്ടിയതുപോലെ 2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന് 2019 ഭരണ തുടർച്ച കിട്ടി. ഇത്തവണ അവര് 3ാമത്തെ അവസരം, ഹാട്രിക് അടിക്കാനുള്ള അവസരമാണ് ചോദിക്കുന്നത്. ശരിയാണിപ്പോ ഈ പദ്ധതികളുടെയൊക്കെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യം രാഷ്ട്രീയമായി ഉന്നയിക്കാമെങ്കിലും ഒരു ഇലക്ഷനിൽ നറേറ്റീവ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട് എന്നുള്ള തോന്നിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നരേന്ദ്രമോദി വരികയാണ് എന്ന് മാത്രമല്ല, ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുന്നതിന് മുൻപ് ഇവിടെ തൃപ്രയാറിൽ ഇവിടുത്തെ ശ്രീരാമക്ഷേത്രത്തിൽ പോയി നാളെ 1 മണിക്കൂറാണ് നരേന്ദ്രമോദി ചെലവഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ അനുരണനങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഇപ്പോ എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? മിസ്റ്റർ അഭിലാഷ്, ഇപ്പോ മാസത്തിലല്ല ആഴ്ചയിലോ ദിവസത്തിലോ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും ക്രമസമാധാന പരിപാലനമുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഒരൊറ്റ വർഗീയ കലാപങ്ങൾ പോലും കഴിഞ്ഞ 7.5 വർഷമായി റിപ്പോർട്ട് ചെയ്യാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അപ്പൊ പ്രധാനമന്ത്രി മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ വന്നോട്ടെ, അതിന് യാതൊരു സംശയമോ അല്ലെങ്കിൽ ആർക്കും അതിൽ വിരോധമായ കാര്യമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായി ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. ആ ട്രസ്റ്റിനെ ഏൽപ്പിച്ച പണി പ്രധാനമന്ത്രി ഏറ്റെടുക്കുന്നു.
അതിന്റെ ആദ്യ പൂജ മുതൽ അതിന്റെ ശിലാസ്ഥാപനം മുതൽ പ്രധാനമന്ത്രി ഏറ്റെടുക്കുന്നു. ഇപ്പൊ ശ്രീകോവിലിൽ ഈ വരുന്ന 22-ാം തീയതി ശ്രീകോവിലിന്റെ ഉള്ളിൽ പ്രധാന പൂജാരിക്കൊപ്പം പ്രധാനമന്ത്രി ഉണ്ടാകും എന്നെല്ലാമാണ് കേൾക്കുന്നത്. ഇതൊരു മതനിരപേക്ഷ രാജ്യമാണല്ലോ. ഇതോടൊപ്പം തന്നെ 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു 5 ഏക്കർ സ്ഥലത്ത് ഒരു പള്ളി പണിയാനും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റൊരു ട്രസ്റ്റിനെയും ഏൽപ്പിച്ചിരുന്നു. എന്താണ് രാമക്ഷേത്രത്തിന്റെ പണി മുഴുവൻ ഗവൺമെന്റ് സംവിധാനം ഏറ്റെടുത്തത്? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും അതുപോലെ കേന്ദ്ര മന്ത്രിസഭയും ഒരു പണി ഏറ്റെടുക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ ഗൗരവത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചു എന്നതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നൊന്നുമില്ല. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നതാണ് പ്രശ്നം. കുട്ടികളുടെ കാര്യത്തിൽ 111-ാമതായി ഈ രാജ്യം മാറിയതും ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ചതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്നതും ഈ ആഷ്പോഷ് യാത്ര നടത്തിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ മൗലിക അവകാശം വിനിയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ഒരു പോഷിന്റെ പുറകെ പോകില്ല. ജീവൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല.